ഞാൻ ആദ്യം തന്നെ പറയാണ്, നമ്മളൊരു റോബോട്ടിക് ഫിഷിനെ കാത്തിരിക്കാതെ എന്നിൽ തന്നെ തുടങ്ങുക. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അതിന് പകരം ഗ്ലാസ് കൊണ്ടുള്ള അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടൊക്കെയുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം നമ്മൾ തുണി കൊണ്ടുള്ള കവറുകളൊക്കെ. ഒരിടയ്ക്ക് ഇന്ത്യൻ ഗവൺമെൻറ് ഒത്തിരിയേറെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തിന് തടയിട്ടായിരുന്നു, നിയന്ത്രണം വന്നിരുന്നു. പക്ഷെ അത് കോവിഡിൻ്റെ സമയത്തൊക്കെ ആയിരുന്നു. പക്ഷേ അത് നമ്മൾ പാലിക്കുന്നതിൽ നമുക്ക് കുറച്ചൊക്കെ കുറവുകൾ സംഭവിച്ചു പോകുന്നുണ്ട്. പിന്നെ കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ മാസ്കിൻ്റെ ഉപയോഗം, നമ്മൾ ഈ ധരിക്കുന്ന വസ്ത്രം സിന്തറ്റിക് ആയിട്ടുള്ള നൈലോൺ വസ്ത്രങ്ങളിൽ നിന്ന് 10,000 കണക്കിന് ഫൈബറുകളാണ് വെള്ളത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതിൽ തന്നെ നമ്മൾ ഈ 1907 ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ആദ്യത്തെ സിന്തറ്റിക് ബേക്ക്ലൈറ്റ് എന്ന് പറഞ്ഞൊരു പോളിമറിലൂടെ തുടങ്ങി. പിന്നീട് 1950 മാസ് പ്രൊഡക്ഷൻ വന്നു. 2000 ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിലുള്ള അമിതമായ ഉപയോഗവും ഇതുപോലെയുള്ള മലിനീകരണവും ഉണ്ടായി തുടങ്ങിയത്. അപ്പം 2016 അതിനൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി വന്നിരുന്നു. പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നതിൽ നമുക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ട്. അതിൽ തന്നെ ഒരു വർഷം 430 മില്യൺ ടൺ പ്ലാസ്റ്റിക്കാണ് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ 50% സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കാണ്. അത് ഒരു ഉപയോഗത്തിന് ശേഷം നമ്മൾ വലിച്ചെറിയുന്നതാണ്. അതിൽ തന്നെ 9% മാത്രമേ റീസൈക്കിൾ ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ ഭീകരത എത്രമാത്രമുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു വിപത്തിനെ തടയാൻ സ്റ്റോപ്പ് പൊല്യൂഷൻ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രതിവിധി എന്ന് പറയുന്നത്. നമ്മൾ വലിച്ചെറിയുന്ന ഒരു സംസ്കാരം ഉപേക്ഷിച്ചാൽ നമ്മുടെ ജലാശയങ്ങളും നമ്മുടെ മണ്ണും, നമ്മളിപ്പോൾ ഒരു ചെറിയൊരു സ്ക്വയർ ഫീറ്റ് എടുത്ത് മണ്ണൊന്ന് അനലൈസ് ചെയ്താൽ അവിടെ നിന്ന് കിട്ടും 10,000 കണക്കിന് പ്ലാസ്റ്റിക് വസ്തുക്കൾ. മണ്ണും എല്ലാം മാലിന്യം പൂർണ്ണമായിരിക്കുകയാണ്. അതൊരു വലിയൊരു ടാർഗറ്റ്. എല്ലാവരും അത് ഏറ്റെടുക്കുക. നമ്മുടെ മണ്ണിനെയും നമ്മുടെ ജലാശയങ്ങളെയും ഒക്കെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം.